ഞങ്ങൾ ബ്രദേഴ്സിനേക്കാളും കൂടുതലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും പ്രായമായിട്ടും ഒരുമിച്ച് നിൽക്കുന്നത്. ഈ CMA എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി കോസ്റ്റ് ബേസ്ഡ് ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇതിനെക്കുറിച്ച് വലിയ ബോധേഡല്ല. പക്ഷേ ക്രൈസിസ് മാനേജ്മെൻറ്റ് വരുമ്പോൾ കോസ്റ്റ് ഈസ് എ റിയൽ ഫാക്ടർ. എസ്പെഷ്യലി മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി, അവർക്ക് കമ്പനിക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ കോസ്റ്റ് അതുപോലെ കട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ എവിടെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ആക്ച്വലി ഈ CMA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് ഇന്ന ജോലിയോ ചെയ്യാവുള്ളെന്നില്ല. ഈവൻ ഫ്രം മാനേജിങ് ഡയറക്ടർ ടു ഫിനാൻസ് ആൻഡ് കോസ്റ്റ് മാനേജർ, ഈ ലെവലിലുള്ള ഏത് ജോലിയും ചെയ്യാം. ഇത് ഞങ്ങൾ എപ്പോഴും കമ്പൈൻ സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി കമ്പൈൻ സ്റ്റഡി ആണ്. എപ്പോഴും കമ്പൈൻ സ്റ്റഡി വേറെ ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. അതല്ല, അങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ആയിപ്പോവും. ഒരു സബ്ജക്റ്റ് എന്നുള്ളതല്ല, എല്ലാ സബ്ജക്റ്റും ഞാനെടുത്ത് പഠിക്കും. അന്ന് രാവിലെ ഞാനിരുന്ന് പഠിക്കും, ഇദ്ദേഹം പഠിക്കുകയല്ല. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പഠിപ്പിക്കും. മാർക്കറ്റിൽ അത്ര ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ്. അതാണ്. പക്ഷേ ആ കോസ്റ്റ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം വെദർ ദ പ്രോഡക്റ്റ് ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. ഹായ് ഓൾ, സോ നമുക്ക് ഇന്നത്തെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് സർ, വെൽക്കം. തുടങ്ങല്ലേ ഈ ഇരിക്കുന്നതല്ല നമ്മൾ ഇന്റർവ്യൂ വന്ന സാർ. അപ്പോൾ ഈ വന്ന ആളോ? അത് ശരിയാണല്ലോ. ഇത് എൻ്റെ AI ജനറേറ്റഡ് ഹ്യൂമനോയിഡ്. ഈ ഹ്യൂമനോയിഡും ഹ്യൂമൻ തമ്മിൽ കണക്ഷൻ എന്താ? ഇത് എബി M. തോമസ്, ഇത് ജോൺ M. തോമസ്. അണ്ണൻ തമ്പിയാണ് സെറ്റ്. ട്വിൻസ് ആണ്. ട്വിൻസും മാത്രമല്ല, കോസ്റ്റ് അക്കൗണ്ടൻസും ആണ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങളെ കാണുന്ന സമയത്ത് കുറച്ച് സിനിമകളുടെ പേരാണ് ഓർമ്മ വരുന്നത്. ഒന്ന് മലയാളത്തിൽ അനിയൻ ബാവ, ചേട്ടൻ ബാവ, പിന്നെ അണ്ണൻ തമ്പി, പിന്നെ ഹരികൃഷ്ണൻസ്. ഇപ്പോൾ ലിയോ സിനിമ ഇറങ്ങിയോണ്ട് തന്നെ പലപ്പോഴും വിജയനാണ് നമ്മളിങ്ങനെ കാണുക, പല രൂപഭാവത്തിൽ, പല ക്യാരക്ടേഴ്സ്, പല സമയങ്ങളിൽ. അപ്പോൾ ശരിക്കും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരാം, എന്നാലും നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാരാണ് ശരിക്കും? ഞാൻ ജോൺ M. തോമസ്. ഓക്കെ, എബി M. തോമസ്. ഇതാണ് ദഹമാണ് മൂത്തത്, ഞാൻ ഇളയതാണ്. എത്ര സെക്കൻഡ് വ്യത്യാസം ഉണ്ട്, അല്ലെങ്കിൽ എത്ര മിനിറ്റുകൾ വ്യത്യാസം? 15 seconds, 15 minutes. 15 minutes ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ 15 minutes പറയുമ്പോഴത്തേക്കും 2 ദിവസമാണ്. ഞാൻ 11:50, ഇവൻ 12:05. അപ്പോൾ എൻ്റെ 22nd, ഇവൻ്റെ 23rd. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവൻ എന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾ ചേട്ടൻ എന്നാണ് വിളിക്കാറ്? അല്ലല്ലോ, ഇടാപോടാ, അത്രേ ബന്ധം അങ്ങനെ. ഞങ്ങൾ ബ്രദേഴ്സിനേക്കാളും കൂടുതലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും പ്രായമായിട്ടും ഒരുമിച്ച് നിൽക്കുന്നത്. ഓക്കെ, ആൾക്കാർ പ്രായം ചോദിക്കാറുണ്ടോ ഇപ്പോൾ എത്രയെന്നൊക്കെ? പിന്നെ ചോദിക്കാറുണ്ട്. ചോദിക്കണേ എന്ത് മറുപടി പറയും? ഞങ്ങൾ തല കറപ്പിക്കാറില്ല. ഞങ്ങൾക്ക് ഒരു മടിയില്ല പ്രായം പറയാനായിട്ട്. പക്ഷെ ഇപ്പൊ പറയുന്നില്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്കും, അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ യൂഷ്വലി ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള കൂടുതലും അഡ്വാൻറ്റേജസ് ആണോ അതോ ഡിസഡ്വാൻറ്റേജ് ആണോ? അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ക്രൈസിസ് വരിക, എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയില്ല. ഇപ്പം രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത, വേറൊരാളോട് പറയാൻ പറ്റാത്ത കാര്യമാണ് ധൈര്യമായിട്ട് പറയാം. ഇതൊരു B നിലവറയാണ്. അവിടുന്ന് പുറത്ത് പോകുകയെന്ന് നമുക്ക് ഉറപ്പാണ്. അല്ല, എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഒരു വേർഡ് കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് അടുത്ത ആൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ് പോകാന്നുള്ളത്. അതറിയാം, സ്റ്റക്കാകുമ്പോൾ അറിയാം, രക്ഷപ്പെടുത്തേണ്ട എവിടെയാണെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന CMA ഇന്ത്യ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ട് കുട്ടികൾ ഒരു ഒഴുക്ക് നടക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പഠന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് ഒട്ടും അവയർനെസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ CMA ഇന്ത്യ എന്ന് പറയുന്നൊരു കോഴ്സിലോട്ട് എത്തുന്നത്? ഈ CMA എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി കോസ്റ്റ് ബേസ്ഡ് ആണ്. കോഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇതിലോട്ട് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കാണുന്ന വലിയ താല്പര്യം. ഫാക്ടറി പോയി പ്രോസസ്സിങ് കാണുക, ഇത് വലിയ ഫാക്ടറി ഒന്നുമല്ലോ. അന്നത്തെ കാലത്ത് അറിയാമല്ലോ, നമുക്ക് ഫാക്ടറികൾ കുറച്ചാണ്. ഒരു ഫാക്ടറി കാണണമെങ്കിൽ എറണാകുളം വരെ വരണം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അറിയാം. അപ്പോൾ വരാൻ പ്രയാസമൊന്നുമില്ല, വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും അതിലോട്ട് താല്പര്യം ഉള്ളതുകൊണ്ട്. പക്ഷേ നമുക്കങ്ങനെയാണ് ടെക്നിക്കലി നമ്മൾ അത്ര വലിയ കേപ്പബിളും അല്ല.
പ്രോസസ്സിങ് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ടെക്നിക്കലി കേപ്പബിൾ ആണെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ പേരൻസൊക്കെ നോക്കിയപ്പോൾ ടെക്നിക്കലി അവർ നമ്മൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല, പക്ഷേ പ്രോസസ്സിങ് കാണാൻ താല്പര്യമാണ്. അപ്പോൾ എൻ്റെ ഫാദർ കോട്ടയം ബസിലസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പം ഫാദർ അവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ ഒരു ഫിനാൻസിൽ ഇങ്ങനെ കോഴ്സുകളുണ്ട്, കോസ്റ്റിങ്ങിൻ്റെ കോഴ്സുകളുണ്ട്, കോസ്റ്റിംഗ് കണ്ടുപിടിക്കാനുള്ള കോഴ്സുകളുണ്ട്. അന്ന് ഈ ഞങ്ങളിപ്പോൾ ഈ CMA എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഈ കോഴ്സിലോട്ട് വരാനുള്ളൊരു ബേസിക് റീസൺ അതാണ്. ഒരു പേരൻ്റ് അഡ്വൈസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാരൻ്റൽ ഗൈഡൻസോടുകൂടെ ഒരു കോഴ്സ് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ ഇത് കുറേ കാലത്തോട്ടുള്ള ഒരു റെപ്യൂട്ടേഷനുള്ളൊരു കോഴ്സ് ആയിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ആ സമയത്തുണ്ടോ? ആ സമയത്ത് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അന്ന് ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. പക്ഷേ പിന്നെ മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഇത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകളാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇതിനെക്കുറിച്ച് വലിയ ബോധേഡല്ല. പക്ഷേ ക്രൈസിസ് മാനേജ്മെൻറ്റ് വരുമ്പോൾ കോസ്റ്റ് ഈസ് എ റിയൽ ഫാക്ടർ. അപ്പോൾ അവിടെ നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി അവർക്ക് കമ്പനിക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ കോസ്റ്റ് അതുപോലെ കട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ എവിടെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ പ്രോസസ്സ് ഇൻഡസ്ട്രി ആയിട്ടുള്ള നമ്മളൊരു താല്പര്യം കൊണ്ട് ഇപ്പോഴാണെങ്കിലും നമ്മൾ യൂട്യൂബ് കാണുമ്പോഴാണെങ്കിലും നമ്മൾ ഈ പ്രോസസ്സ് ഇൻഡസ്ട്രി ഒരുപാട് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയുടെ ഒരു ഐസ്ക്രീം മാനുഫാക്ചറിങ്, മിൽക്ക് മാനുഫാക്ചറിങ്, പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഈവൻ തീപ്പെട്ടി കമ്പനി, മാച്ച് സ്റ്റിക്കിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലും നല്ല രസമായിട്ട് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ ഫോൾട്ട് വരുന്നതെന്നുള്ളത് നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഇൻട്രസ്റ്റ് നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രൊഫഷൻ ആയതുകൊണ്ട്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മൈൻഡിൽ വരുന്ന കുറച്ച് കോഴ്സസ് ഇപ്പോൾ CA, CS, CMA, ACCA ആയിരിക്കും. ഇതിലിപ്പോൾ CMA എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഒരു ഡെസിഗ്നേഷനിൽ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ആ കമ്പനിയിൽ ഏറ്റവും മേജറായിട്ട് ചെയ്യുന്ന ഒരു ജോലി എന്തായിരിക്കും? ആക്ച്വലി ഈ CMA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് ഇന്ന ജോലിയോ ചെയ്യാവുള്ളെന്നില്ല. ഈവൻ ഫ്രം മാനേജിങ് ഡയറക്ടർ ടു ഫിനാൻസ് ആൻഡ് കോസ്റ്റ് മാനേജർ, ഈ ലെവലിലുള്ള ഏത് ജോലിയും ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ളൊരു ഇപ്പം ഫിനാൻസ് ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈസ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ച് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എന്നാലും ആ ലെവലിലോട്ട് എത്താൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം ഒരു ഫിനാൻസ് ആൻഡ് കോസ്റ്റ് മാനേജർ അല്ലെങ്കിൽ കോസ്റ്റ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ടുള്ള ഒരു ഡയറക്റ്റ് എൻട്രിയാണ് ഈ കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഏത് വർഷമാണ് CMA ക്വാളിഫൈ ചെയ്യുന്നത്? ആക്ച്വലി അതൊരു രസമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഒരേ വർഷമാണ് ക്വാളിഫൈ ചെയ്തത്. ഞങ്ങൾ ഇയർ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾ ഏജ് കണ്ടുപിടിക്കില്ല, അതുകൊണ്ട് ഇയർ പറയുന്നില്ല. പിന്നെ ഫൈനൽ വന്നപ്പോഴത്തേക്കും നമുക്ക് അന്ന് ഇതുപോലുള്ള ഈ AAA പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്നില്ല. അപ്പം അന്ന് നമ്മൾ തന്നെ പഠിക്കുക, സ്റ്റഡി മെറ്റീരിയൽ മേടിക്കുക, തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം പഠിപ്പിക്കാൻ ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഫൈനലായപ്പോഴത്തേക്കും ഇത് ഞങ്ങളെപ്പോഴും കമ്പൈൻ സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഹെൽത്തി കമ്പൈൻ സ്റ്റഡി ആണ് എപ്പോഴും ഞങ്ങൾ. അതല്ല, അങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ ആയിപ്പോവും. ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട് കാണും, ഇത് കാണും. എല്ലാ സബ്ജക്ട്സിനും ഞങ്ങൾ നോട്ട് എഴുതും. അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസം എല്ലാവരും പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കി പോകാമെന്ന് പറയും. ഞങ്ങൾക്ക് ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് നോക്കിയിട്ട് പോകാൻ പറ്റും. കാരണം ഞങ്ങളുടെ കയ്യിൽ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഈ സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ആയിക്കട്ടെ, ശരിക്കും ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് ഈ എക്സാമിന് സ്ഥലം മാറി ഇരിക്കാൻ പറ്റുമോ? ആൾമാറാട്ടം മാത്രം ഞങ്ങൾ നടത്തിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ കുസൃതിത്തരങ്ങളല്ലാതെ വേറെ ആൾമാറാട്ടങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടോ? അതായത് നിങ്ങളിപ്പോൾ ഈ രണ്ടുപേര് വെച്ച് എങ്ങനെയാണ് ആൾക്കാർ നിങ്ങൾക്ക് എങ്ങനെ ഒരു നാക്കിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല? ആ ഒരു കേസിൽ ചിലപ്പം ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് റിലേറ്റീവ്സാണ് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയമുള്ള ആൾക്കാർ കാണും, ഇവനെ പരിചയമുള്ള ആൾക്കാർ കാണും. ഒരു ദിവസം എന്നെ കാണുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യല.
പിറ്റേ ദിവസം ഇവൻ അവരെ കാണുമ്പോൾ അവർ മൈൻഡ് ചെയ്യില്ല. കാരണം ഇന്നലെ മൈൻഡ് ചെയ്തില്ലല്ലോ. അങ്ങനത്തെ കുറേ ഡിസഡ്വാൻറ്റേജ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ അതായത് ഒരാൾ ഒരു ദിവസം ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ശരിക്കും കണ്ടത് വേറെ ആളാണ്. അടുത്ത ദിവസം കാണുന്ന ആൾ ഭയങ്കര മൈൻഡ്, ഇവർക്ക് എന്തോ ഒരു കാര്യമായിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ വിചാരിക്കും ആൾക്കാർ. ഇപ്പോൾ ചിലർ ജാടയാന്ന് വിചാരിക്കുകയെ പെട്ടെന്ന് ഒരു ദിവസം കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അടുത്ത ദിവസം എന്നെ കാണുമ്പോഴത്തേക്കും അപ്പോൾ ഇവനെ കണ്ടിട്ട് അടുത്ത ദിവസം എന്നെ കാണുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ജാടയൊക്കെ വിചാരിക്കുക. അങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണ വരുന്നുണ്ട്. ചിലർക്ക് അറിയില്ല ഇങ്ങനെ രണ്ടുപേരുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. അറിയാവുന്നവർ കണ്ടിട്ട് ചിരിച്ചില്ലെങ്കിൽ പറയും ഞങ്ങൾ ഇന്ന ആളാണ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ. ഇനി ഈ കോഴ്സിൻ്റെ ഒരു കാര്യം നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് വർഷമാണ് ക്വാളിഫൈ ചെയ്യുന്നത്? അതെ, നമ്മൾ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഞങ്ങൾ ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഏത് വർഷം എന്നുള്ളത് പിന്നെയും അവിടെ ഒരു സസ്പെൻസാണ്. അപ്പോൾ 3ാമത്തെ സമയം ഞാൻ പരാജയപ്പെടുന്നു, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയില്ല, ഇദ്ദേഹം എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ചിട്ട് എന്നെ പഠിപ്പിക്കും. അപ്പോൾ ഞാനൊരു ആ സമയത്ത് എന്തുകൊണ്ടോ എനിക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കണം എന്നുള്ളത് വന്നില്ല. ഇദ്ദേഹം എന്നെ പഠിപ്പിക്കും, എന്നെ വഴക്ക് പറയും, ശ്രദ്ധിച്ചിരിക്കുക, അല്ല നീ തോറ്റു പോകും എന്നൊക്കെ പറയും. ഒരുപാട് എല്ലാ സബ്ജക്ട്സും, ഒരു സബ്ജക്റ്റ് എന്നുള്ളതല്ല, എല്ലാ സബ്ജക്റ്റും ഞാനെടുത്ത് പഠിക്കും. അന്ന് രാവിലെ ഞാനിരുന്ന് പഠിക്കും, ഇദ്ദേഹം പഠിക്കുകയല്ല. വൈകുന്നേരം ആകുമ്പം ഞാൻ പഠിപ്പിക്കും, പിന്നെ പഠിപ്പിക്കും. വൈകുന്നേരം പഠിപ്പിച്ച അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും എനിക്ക് ഒരു പ്രാവശ്യം റിവിഷനുമാണ്. അതുപോലെ തന്നെ അത് അഡ്വാൻറ്റേജ്, ഒരു പ്രാവശ്യം റിവിഷനുമാണ്. അഡ്വാൻറ്റേജ് എന്താണ്? എൻ്റെ സമയം പോവുക. അപ്പോൾ എന്നാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ച് നോട്ട്സ് എല്ലാം എഴുതി ഇദ്ദേഹത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഉറപ്പാക്കിയിട്ടേ ഞാൻ ആ സബ്ജക്റ്റ് വിടുകയുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പരീക്ഷ എഴുതി രണ്ടുപേരും പരീക്ഷ എഴുതി ഹാപ്പി ആയിട്ടിരിക്കുന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഫൈനലിൽ ഞാൻ ബോത്ത് ഗ്രൂപ്പ്സ് പാസ്സായി, ഇവൻ ഒരു ഗ്രൂപ്പേ പാസ്സായുള്ളൂ. ഗുരുതുല്യനെ പരാജയപ്പെടുത്തി. അതോടുകൂടി ഞാൻ ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്ന പരിപാടി. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തു കേട്ടോ. പുള്ളി ഞാനൊരു ജോബിലോട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളി വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്യാന്നുള്ള. അപ്പോൾ വേറൊന്നും നമ്മൾ അന്ന് അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമല്ല. രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകുന്നു. അപ്പോൾ ഒരാൾ വരട്ടെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയിട്ടുമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാലും നമുക്കൊരു സന്തോഷമാണത്. ഒരുമിച്ച് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും. ഹാപ്പിനെസ്സിനേക്കാളും കൂടുതൽ സോറോസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതായത് ശരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വേറൊരു എക്സ്ട്രാ പേഴ്സൺ വേണ്ടി ചിലപ്പോൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് പക്ഷേ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ബോണ്ട് ഉള്ളത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആ ഒരു കംപ്ലൈൻറ്റും ഉണ്ട്, അവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ. അങ്ങനത്തെ സാധനം ഉണ്ട്. അതായത് നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മാത്രമാണ് അങ്ങനെ കുറച്ചൊരു കംഫർട്ടബിൾ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ഫാമിലിയിൽ വൈഫൊക്കെ ആണെങ്കിലും അവരാണെങ്കിലും പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഇത് മാത്രം എന്താ വർത്താനം പറയാനുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. വൈഫ് മാത്രമല്ല പിള്ളേരും പറയും. ഓക്കെ. ഇപ്പം നിങ്ങളിപ്പോൾ കോഴ്സ് കഴിഞ്ഞും ഇപ്പോൾ ജോലിക്ക് പോയി, ഇപ്പോൾ പലപ്പോഴും ഇത് കാണുന്ന അല്ലെങ്കിൽ ഒരു CMA ആസ്പിറൻസ് ആയിട്ട് കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക ഒരു കോർപ്പറേറ്റ് ലൈഫ് എങ്ങനെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജോബ് റോൾ നമ്മൾ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇൻ കോർപ്പറേറ്റ് ഫീൽഡ് എങ്ങനെയാണെന്ന് പറയുമോ? നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണോ വർക്ക് ചെയ്തിരിക്കുന്നത്? അല്ല, ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മെയിൻ കരിയർ ദുബായിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓഫ് കോഴ്സ് 2 കമ്പനിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സർവീസ് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ജോബ് എന്ന് പറയുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബ്. അതുകൊണ്ടാണ് അതിൻ്റെ സാലറി ഉള്ളത്. നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണ്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു കമ്പനിയുടെ ചുമ്മാ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുകയല്ല. കോസ്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവർ ഈ കോസ്റ്റിൻ്റെ ബേസിലാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ. ചില കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയും ഈ പ്രൈസിൽ നമുക്ക് വിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയും. കാരണം കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് ഇത്രയില്ല. അപ്പോൾ നമുക്കൊരിക്കലും അതിൽ കൂടുതൽ പ്രൈസ് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ വിറ്റ് പോകുകയല്ലോ. അപ്പം അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടേഴ്സൊക്കെ ചിന്തിക്കുന്നത് ഈ സാധനത്ത് ഇത്രയും കോസ്റ്റ് ഉണ്ട്, നമുക്ക് പക്ഷേ വിൽക്കാൻ പറ്റുന്ന ഇതിനാണ്. ആ ഒരു വലിയ ഇൻസൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണ് എന്നുള്ളൊരു ഇതിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ വെറുതെ ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് നടത്തി P&L എടുത്ത് കൊടുക്കുക എന്നുള്ളത് ഇതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ജനറൽ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കാം.
ഒരു ₹1 ചോക്ലേറ്റ് ഏതൊരു ബ്രാൻഡ് ആയിക്കോട്ടെ അത് ₹1 ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണോ, അതോ അതിൽ എത്രത്തോളം എക്സ്പെൻസസ് കഴിഞ്ഞിട്ട് ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്നതാണോ ആ റോള്? കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും അല്ല, ആരുമല്ല പ്രൈസ് തീരുമാനിക്കുന്നത്. പ്രൈസ് തീരുമാനിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. ഞങ്ങളിപ്പോൾ കോസ്റ്റിംഗ് ചെയ്യുന്ന 1-2 കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രോഡക്റ്റിൻ്റെ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ കറി പൗഡർ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസുമായിട്ട് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ചില പ്രോഡക്റ്റിന് പ്രോഫിറ്റബിൾ ഉണ്ടാവും, ചില പ്രോഡക്റ്റിന് ലോ, അവർക്കത് അങ്ങനെ കൊടുത്തേ പറ്റൂ. മാർക്കറ്റിൽ അത്ര ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ്. അതാണ്. പക്ഷേ ആ കോസ്റ്റ് എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം വെദർ ദ പ്രൈസ് ഇസ് ദ പ്രോഡക്റ്റ് ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. ശരിക്കും ഇത് അറിഞ്ഞത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൊണ്ട് മാത്രം ലോസിൽ വിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും ചില പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റിലും ഓവറോൾ എടുക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. അത് അവർക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് വിഡ്രോ ചെയ്യാനൊന്നും പറ്റുകയല്ലോ. എപ്പോഴാണ് ആ പ്രോഡക്റ്റ് പ്രോഫിറ്റബിൾ ആകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ മാസീവ് പ്രൊഡക്ഷൻ ആകുമ്പം ഈ എക്കണോമി ഓഫ് സ്കെയിലൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി അവിടെ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു CMA ഇന്ത്യ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലം വരെ പ്രോഡക്ട്സ് ഉണ്ടാവും അത്രയും കാലം നമുക്ക് നമ്മളുടെ ജോബ് മാർക്കറ്റിൽ ഡിമാൻഡുമുണ്ട്. പ്രോഡക്ട്സ് ഇൻ ദ സെൻസ് ഈ ഫിസിക്കൽ പ്രോഡക്റ്റ് മാത്രം സർവീസും ആകും. തീർച്ചയായിട്ടും സർവീസും അത് തന്നെയല്ല. അതിനകത്ത് വേറൊരു കാര്യമുള്ള ഇപ്പോഴത്തെ ഒരു ഈവൻ ഞങ്ങൾ പോലും ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്നിക്കലായിട്ടും വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരുന്നു, ബിസിനസ് BI വരുന്നു. ഇതിനകത്തൊക്കെ നമ്മളും ഇൻവോൾവ് ആകണം. നമ്മളും ഇതിനകത്ത് എക്സ്പേർട്ട് ആയിരിക്കണം. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിന് 1-2 പ്രോഡക്റ്റ് ആയിരിക്കില്ല. അവരുടെ ഒരു വെറൈറ്റി എടുക്കുമ്പോൾ 300 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ഈ 300 പ്രോഡക്ട്സിൻ്റെ എങ്ങനെ നമ്മൾ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത്? അത് എക്സൽ മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയോടുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അഡ്വൈസും അതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ലെല്ലാം നമ്മുടെ സിലബസിനകത്ത്, ഇപ്പോഴത്തെ സിലബസിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ റെപ്യൂട്ടേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവർ ലാസ്റ്റിംഗ് ഡിമാൻഡ് പറഞ്ഞു. ഈ കോഴ്സ് തുടക്കകാലഘട്ടങ്ങളിൽ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ആളുകൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പോയിന്റിൽ തന്നെ ചിലപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയ ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന ഒരു 1959 സ്റ്റാർട്ട് ചെയ്തതാണിത്. ഇപ്പം ഞങ്ങളൊന്നും അന്നും ജനിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ ഏർലി സ്റ്റേജിലുള്ളവരല്ല. ഞങ്ങൾക്ക് അത്രയും പ്രായമൊന്നുമില്ല. തല നരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അത്രയും പ്രായമൊന്നുമില്ല. ഇപ്പോൾ ഏർലി സ്റ്റേജിലുള്ളവരല്ലേ. ഒന്നാമത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ പേരൻ്റൽ അഡ്വൈസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. എൻ്റെ ഫാദറിന് ഇപ്പോൾ ഈ 1949 ഫാദർ, അവരൊക്കെ ആ ഏജുള്ളവർ, ആ കാലഘട്ടത്തിലുള്ളവരാണ്. അപ്പോൾ എൻ്റെ ഫാദർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കണ്ട് ഇതെന്താണ് ഈ കോഴ്സ് എന്ന് അറിയാനായിട്ട്, അന്നത്തെ കാലത്ത് എന്താണ് ഈ കോഴ്സ് എന്ന് അറിയാനായിട്ട് കൽക്കട്ടയിലായിരുന്നു അന്ന് ഓഫീസ്. കൽക്കട്ടയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് സ്ഥിരമായിട്ട്, അപ്പോൾ അന്ന് ഒക്കെ വളരെ ആൾക്കാർ കുറവാണ്. അപ്പോൾ അന്ന് കൺഫർ ചെയ്യുന്ന ഈ ക്വാളിഫിക്കേഷൻ കൺഫർ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് സ്ഥിരമായിട്ട് ലെറ്റർ വരുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഫാദറിന് ഇഷ്ടം മാത്തമാറ്റിക്സ് ആയിരുന്നു. ഫാദറിന് ഇഷ്ടം ടീച്ചിങ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്നേരമാണ് ഞങ്ങളുടെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പം അന്നേരം പെട്ടെന്ന് ഈ കോഴ്സിനെ കുറിച്ച് അറിയാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും കേട്ടപ്പോൾ തന്നെ അന്നേരം പറയുന്നത് ഞങ്ങളോട്, ഇപ്പം എനിക്കും ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്തു, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാർമാരോട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അവരും ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഫാറിനാണേലും ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ചധികം ആസ്പിരൻസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളോട് കുട്ടികൾ കുറച്ചുകൂടെ താല്പര്യം കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു കോഴ്സിലോട്ട് പോവാതെ എത്രയും പെട്ടെന്ന് ഒന്ന് സെറ്റിൽഡ് ആവാൻ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്കുള്ള സജഷൻ എന്തായിരിക്കും? നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് +2 കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നായിരിക്കും, അതോ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്താൽ എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് എൻട്രൻസ് അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്
ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. ഞങ്ങൾക്ക് മാത്രമല്ല, ഡിഗ്രി എടുക്കുന്ന എല്ലാവർക്കും പ്രൊഫഷണൽ കോഴ്സിന് പോകണമെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ഇപ്പോൾ CA ആണെങ്കിലും CMA ആണെങ്കിലും CS ആണെങ്കിലും എല്ലാം ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ ഈ നമുക്കെന്താ 3 years ഡിഗ്രി സ്പെൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന +2 കഴിഞ്ഞ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് നേരെ മെഡിസിന് കയറുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് കയറുന്നു. അപ്പോൾ നമ്മൾ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് അവർ പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും പിന്നെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഈ +2 കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് എടുത്തത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു സ്റ്റുഡൻസിന്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ അവെയിൽ ചെയ്യുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ ചിലർക്ക് ബേസിക്കലി ഡിഗ്രി കഴിയണമെന്നുള്ള സ്റ്റുഡൻസ് കാണും, അല്ലെങ്കിൽ +2 ഇതുപോലെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ ഡിഗ്രി ചെയ്യുക, അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ചെയ്യണമെന്നുള്ള സ്റ്റുഡൻസ് കാണും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് +2 കഴിഞ്ഞ് എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർ വന്നാലേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ജോലി ഭയങ്കര കടുപ്പമുള്ള ജോലിയാണോ, അതോ നമുക്ക് നമ്മുടെ ആ ജോലി സമയത്ത് തന്നെ ബാക്കിയുള്ള ഹോബീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ് കാര്യങ്ങൾ? ഇപ്പോൾ ബേസിക്കലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. കോട്ടയത്ത് ഓഫീസുണ്ട്, പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റുഡൻസിനോട് പറഞ്ഞാൽ മതി ഇത് ചെയ്യുക. നമുക്ക് സൈറ്റ് വിസിറ്റൊക്കെ ഉണ്ട്, സൈറ്റ് വിസിറ്റ് നമ്മൾ ചെയ്യും. ആ ദിവസങ്ങളിൽ നമ്മൾ ഇച്ചിരി ഹെക്റ്റിക് ആയിരിക്കും ജോബിലെല്ലാം. പക്ഷേ നമ്മളെപ്പോഴും മാച്ച് ചെയ്യണം, സ്റ്റുഡൻസിനെ കൊടുത്താന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യണം. പിന്നെ സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഹോബീസ് എന്തൊക്കെയാണ്? പണ്ട് കാലത്ത് കുറച്ച് ഹോബീസ്, പ്രായം വളരെ ചെറുതാണെന്ന് മനസ്സിലായി. ചെറുപ്പക്കാരായവരുടെ എല്ലാ ഹോബീസും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ സിനിമകളൊക്കെ കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ സിനിമകളാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു താല്പര്യങ്ങൾ? സിനിമാ താല്പര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഇദ്ദേഹം രജനീകാന്തിൻ്റെ ഒരു കട്ട ഫാനാണ്. പ്രായം കുറവാണെങ്കിൽ നിങ്ങൾ രജനീകാന്തിൻ്റെ ഫാനാണ്. അപ്പോൾ രജനീകാന്തിൻ്റെ ഫാനായതുകൊണ്ട് ഞാനും രജനീകാന്തിൻ്റെ ഫാനാണ്. ഞങ്ങൾ കുറച്ചുകൂടെ മദ്രാസിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി രജനീകാന്തിൻ്റെ അപ്പോൾ അന്ന് ഞാൻ മദ്രാസിൽ ചെന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് രജനീകാന്തിൻ്റെ ഒരു മൂവി കാണുന്നത് തന്നെ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് ഇന്ന് വരെ രജനീകാന്തിൻ്റെ എല്ലാ മൂവിയും കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിലേ എങ്ങനെയാണ് നിങ്ങൾ ട്രിപ്പിൾ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഒരുപാട് കാലം കോർപ്പറേറ്റ് വർക്ക് ചെയ്തു, പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ട്രിപ്പിൾ ആയിട്ടുള്ള അസോസിയേഷൻ? ട്രിപ്പിൾ ആയിട്ടുള്ള അസോസിയേഷൻ ആക്ച്വലി അത് നമ്മളെ ജോബിൻ സാറ് ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അക്കാഡമിക്കലി ഒന്ന് കോർഡിനേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചുമ്മാ ചാടിക്കറി കോർഡിനേറ്റ് നമ്മൾ ചേരുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി, എന്താണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വലിയ അക്കാഡമിക് ടീമിനെ തന്നെ കണ്ടു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ടീമിനെ ഒന്ന് ഹെഡ് ചെയ്യാമെന്ന് ചോദിച്ച് നമ്മളൊന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സിൻസിയർ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാകുകയാണെങ്കിൽ പലർക്കും പ്രയോജനം ഉണ്ടാകും. ഇപ്പോൾ പുതിയ കാലത്തെ സ്റ്റുഡൻസിന് പ്രയോജനം ഉണ്ടാകും, പിന്നെ ഫാക്കൽറ്റി അവർക്ക് സപ്പോർട്ടാകും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു സിൻസിയർ എഫേർട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, അതുകൊണ്ടാണ് ട്രിപ്പിൾ എ ആയിട്ട് ഇപ്പം ഒന്ന് അതൊരു വലിയ വർക്കാണ്, ഒരു ഹ്യൂജ് വർക്കാണത്. അതൊന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു CMA കോഴ്സിൻ്റെ തന്നെ ആ ഒരു ലെവൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അതായത് നമ്മുടെ ട്രിപ്പിൾ ഐൻ്റെ ഒരു അക്കാഡമിക് ടീമിനെ ഹെഡ് ചെയ്യുന്നത് ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഓക്കെ. അങ്ങനെയാണെങ്കിലേ നമുക്ക് അവസാനത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ CMA ഇന്ത്യ ആസ്പിരൻസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് ജനറേഷൻ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്തായിരിക്കും? ഈ CMA ഇന്ത്യ എന്നുള്ളതല്ല, ഇപ്പോഴത്തെ പ്രൊഫഷണൽ കോഴ്സിനോട് വരുന്ന സ്റ്റുഡൻസിന് ഉള്ളത് ഇപ്പോഴത്തെ ജനറലുള്ള ഇതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ ഉള്ളൊരു ഇതല്ലേ. പക്ഷേ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യണമെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാവർക്കും എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ലൈഫാണ്. പിന്നെ നമുക്ക് പറയാവുന്നത് ഇപ്പോൾ ഉഴപ്പരുത് പഠിക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പിള്ളേർ സ്റ്റുഡൻസ് അതാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ അവോയ്ഡ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേർ തന്നെ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ആകെ പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഉഴപ്പരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, പഠിക്കുക, പഠിച്ചതിന് ശേഷം ബാക്കി കിട്ടുന്ന സമയത്ത് ഉഴപ്പുക. ഉഴപ്പിയിട്ട് പഠിക്കാൻ നിൽക്കാതെ പഠിച്ചിട്ട് ഉഴപ്പുക.
അതാണ് ഇപ്പോൾ CMA എന്ന് പറയുന്നതല്ല, എല്ലാ പ്രൊഫഷണൽ കോഴ്സിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് കൊടുക്കാൻ ഉള്ള ഏക ഒരു അഡ്വൈസ് അതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കൊരു ഫോക്കസ് ഉണ്ടാവണം. ആ ഫോക്കസും പിന്നെ അതിനൊരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. ഈ ഫോക്കസും ഇമ്പോർട്ടൻസും ഇൻസെപ്പറബിൾ ട്വിൻസാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോക്കസ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കണം ഇമ്പോർട്ടൻസ്. ഫോക്കസ് ഒരിടത്ത് കൊടുത്തു, ഇമ്പോർട്ടൻസ് വേറെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസിലോട്ട് നമ്മൾ എത്തുകയില്ല, നമ്മുടെ ഔട്ട്കം വേസ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുക, ആ ഫോക്കസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ എവിടെയാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഫോക്കസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആർ ഇൻസെപ്പറബിൾ ട്വിൻസ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കുട്ടികളും ഇതൊരു ഇൻസെപ്പറബിൾ ടിൻസ് ആയിട്ടുള്ള നിങ്ങളെ പോലെ തന്നെ കുറച്ച് ഫോക്കസ് ഇമ്പോർട്ടൻസ് ഒക്കെ പഠനത്തിൽ കൊടുത്ത് അവരും അവരുടെ പ്രൊഫഷണൽ കോഴ്സിൽ ഒരുപാട് ദൂരങ്ങൾ താണ്ടട്ടെ എന്നാണ് നമ്മളുടെയും ആഗ്രഹം. സോ ഞങ്ങളും അത് തന്നെ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൺവെർസേഷൻ. താങ്ക് യു. ഓക്കെ.